രാജ്യത്തെ പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് കേദാർനാഥ് ക്ഷേത്രം. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ഹിമാലയൻ ഗഡ്വാൾ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സന്ദർശിക്കാൻ എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തരും തീർത്ഥാടകരുമാണ് എത്തുന്നത്. 2019 പൊതു തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ ഗുഹയിൽ ധ്യാനമിരുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴിതാ കേദാർനാഥ് ക്ഷേത്രത്തിൽ വൻ തട്ടിപ്പ് നടന്നുവെന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു. കേദാർനാഥ് ക്ഷേത്രത്തിൽ വലിയ സ്വർണ്ണ തട്ടിപ്പ് നടന്നുവെന്നാണ് ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ പറയുന്നത്. ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്ര നിർമ്മാണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലെന്ന് സ്വാമി വ്യക്തമാക്കുന്നു. രാഷ്ട്രീയക്കാർ നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് കടന്നു കയറുകയാണ്. 12 ജ്യോതിർലിംഗങ്ങൾ ശിവപുരാണത്തിൽ പേരും സ്ഥലവും സഹിതം പരാമർശിച്ചിട്ടുണ്ട്. കേദാർനാഥിൻ്റെ വിലാസം ഹിമാലയത്തിലാണ്. അത് എങ്ങനെ ഡൽഹിയിൽ നിർമ്മിക്കാനാകുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. കേദാർനാഥിലെ ശ്രീകോവിലിനുള്ളിലാണ് വലിയ സ്വർണ്ണ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സ്വർണ്ണ കുംഭകോണമാണ് അവിടെ നടന്നത്. എന്തുകൊണ്ട് ആ വിഷയം ഉയർന്നു വരുന്നില്ല? അവിടെ അഴിമതി നടത്തിയ ശേഷം ഇനി ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു തട്ടിപ്പാണ് നടക്കുക. 228 കിലോഗ്രാം സ്വർണ്ണമാണ് കേദാർനാഥിൽ നിന്ന് നഷ്ടമായത്. ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടില്ല. ആരാണ് ഇതിന് ഉത്തരവാദി? ഇപ്പോൾ അവർ പറയുന്നത് ഡൽഹിയിൽ കേദാർനാഥ് നിർമ്മിക്കുമെന്നാണ്. ഇത് സംഭവിക്കാൻ പാടില്ലെന്നും സ്വാമി പറയുന്നു. കഴിഞ്ഞ വർഷം കേദാർനാഥ് ക്ഷേത്രത്തിൽ സ്വർണം പാകിയതിൽ 125 കോടി രൂപയുടെ അഴിമതി നടന്നതായി മുതിർന്ന പുരോഹിതൻ ആരോപിച്ചിരുന്നു. സ്വർണത്തിന് പകരം പിച്ചളയാണ് ഉപയോഗിച്ചതെന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്നാൽ ഇത് ക്ഷേത്ര കമ്മിറ്റി നിഷേധിച്ചിരുന്നു. ഡൽഹിയിൽ മറ്റൊരു കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരായ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ശങ്കരാചാര്യരുടെ വിമർശനം വരുന്നത്. ജൂലൈ 10 ഡൽഹിയിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും പങ്കെടുത്തിരുന്നു. വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ ബുരാരിക്ക് സമീപമുള്ള ഹിരങ്കി പ്രദേശത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഡൽഹിയിലെ ക്ഷേത്രത്തിനെതിരെ കേദാർനാഥിലെ പുരോഹിതരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിൽ പുരോഹിതർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കേദാർ സഭയടക്കമുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഉത്തരാഖണ്ഡിലെ BJP സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഇവർ മുദ്രാവാക്യം മുഴക്കി. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ അതേ രൂപത്തിൽ ഡൽഹിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്ന് കേദാർ സഭയുടെ വക്താവ് പങ്കജ് ശുക്ല പറഞ്ഞു. പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. എന്നാൽ കേദാർനാഥിലെ അതേ രൂപത്തിൽ ഒരു മത ട്രസ്റ്റ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. കേദാർനാഥ് ക്ഷേത്ര പരിസരത്തു നിന്നുള്ള കല്ല് അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഹിമാലയത്തിലെ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ മതപരമായ പവിത്രതയെ കളങ്കപ്പെടുത്തുമെന്നും പങ്കജ് ശുക്ല പറഞ്ഞു. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ പേരും രൂപവും ഉപയോഗിച്ച് ഡൽഹിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് മതപരമായ പവിത്രത കുറയ്ക്കാനും ഭക്തരിൽ നിന്ന് പണം തട്ടാനുമുള്ള ഗൂഢാലോചനയാണെന്ന് കേദാർ സഭാംഗമായ പ്രദീപ് ശുക്ല പറഞ്ഞു. ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ സുരക്ഷയുടെയും ദുരന്തങ്ങളുടെയും പേര് പറഞ്ഞ് കശ്മീരിലെ അമർനാഥ് ക്ഷേത്രവും ഡൽഹിയിൽ ഉയരും. സനാതനധർമ്മത്തിന് ഏറ്റവും നിർഭാഗ്യകരമായ ദിവസമായിരിക്കും അതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം കേദാർ സഭയുടെ ആക്ഷേപങ്ങൾക്കെതിരെ ഡൽഹിയിലെ കേദാർനാഥ് ധാം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് സുരീന്ദർ റൌത്തേല രംഗത്ത് വന്നു. ഡൽഹിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ശ്രീ കേദാർനാഥ് ധാം ട്രസ്റ്റിൻ്റെ കീഴിലാണ്. ഇതിൽ ഉത്തരാഖണ്ഡ് സർക്കാരിന് യാതൊരു പങ്കുമില്ല. ട്രസ്റ്റിമാരുടെ പിന്തുണയോടെയാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇതിൽ പലരും ഉത്തരാഖണ്ഡിൽ നിന്നുള്ളവരാണ്. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ പ്രശസ്തമായ ധാമുകളുടെ പേരിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇൻഡോറിൽ കേദാർനാഥ് ക്ഷേത്രവും മുംബൈയിൽ ബദ്രിനാഥ് ക്ഷേത്രവുമുണ്ട്. ഈ ക്ഷേത്രങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്താണ്, സുരീന്ദർ റൌത്തേല പറഞ്ഞു. എന്തായാലും വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.